Thank you, thank you very much. Welcome. Welcome. Hi, dear partners, the Million Dollar Club members. ഏവർക്കും നമസ്കാരം. ബഹുമാനമായ അനിൽദാസ് സാർ എന്നെ പരിചയപ്പെടുത്തി. ഞാൻ അനിൽകുമാർ ദാസ് ഫ്രം പത്തനംതിട്ട. മില്യൺ ഡോളർ ക്ലബ്ബ് വ്യാഴാഴ്ച തോറും നടത്തി വരുന്ന ടെലിമീറ്റ് ഇന്ന് 113ാമത് ആഴ്ചയിലേക്ക് കടന്നിരിക്കുകയാണ്. നോർമലി പേൾവേർ ഇന്റർനാഷണലിന്റെ ഭാഗമായവരോടൊപ്പം തന്നെ പുതിയ നിരവധി ആളുകളും ഇന്നത്തെ ഈ ബിസിനസ് മീറ്റിൽ പങ്കെടുക്കുന്നതായി മനസ്സിലാക്കുന്നു. ഏവർക്കും ഈ പ്രോഗ്രാമിലേക്ക്, ബിസിനസ് ഓപ്പർച്യൂണിറ്റി നമുക്കറിയാം, ഇന്ന് പേൾവേർ ഇന്റർനാഷണൽ വളരെ ശക്തമായ നിലയിൽ ലോകമെമ്പാടും നിറഞ്ഞു നിൽക്കുന്ന ഒരു സിസ്റ്റമാണ്, ഒരു പ്രസ്ഥാനമാണ്. ശരിക്കും നമ്മുടെ സിസ്റ്റം പ്രവർത്തനം ആരംഭിക്കുന്നത് 2015 നവംബർ 28-നാണ്. അത് US-ലെ ടെക്സാസ് ആസ്ഥാനമാക്കിക്കൊണ്ടാണ് സിസ്റ്റം പ്രവർത്തനം ആരംഭിച്ചത്. ശേഷം ഈ സിസ്റ്റം 2018-ലാണ് ഇന്ത്യയിൽ ലോഞ്ച് ചെയ്യുന്നത്. ഇവിടെ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ പെർമിഷൻ സിസ്റ്റത്തിന് ലഭിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ സെക്യൂരിറ്റി എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യ സെബിയുടെ പെർമിഷൻ സിസ്റ്റത്തിന് ലഭിച്ചിട്ടുണ്ട്. ഇന്ന് ഇന്ത്യ ഉൾപ്പെടെ ഏതാണ്ട് 150-ൽ പരം രാജ്യങ്ങളിലേക്ക് തങ്ങളുടെ ബിസിനസ് എക്സ്പാൻഡ് ചെയ്യുകയും ഏതാണ്ട് 85 ലക്ഷത്തോളം വരുന്ന ഒരു വലിയ കമ്മ്യൂണിറ്റിയെ ബിൽഡ് ചെയ്തെടുക്കുകയും ഒക്കെ ചെയ്ത ഒരു സിസ്റ്റമാണ് ശരിക്കും പേൾവേർ ഇന്റർനാഷണൽ എന്ന് പറയുന്നത്. അപ്പൊ ശരിക്കും നമുക്കറിയാം, ഇതൊരു ചെറിയ കാര്യമല്ല. കാരണം 150-ൽ പരം രാജ്യങ്ങളിൽ ഇന്ന് ഈ സിസ്റ്റം പ്രവർത്തിക്കുന്നു. ഏതാണ്ട് 85 ലക്ഷത്തോളം വരുന്ന വലിയ കമ്മ്യൂണിറ്റിയെ ഈ സിസ്റ്റം എന്ത് ചെയ്തിരിക്കുന്നു, ബിൽഡ് ചെയ്തെടുത്തിരിക്കുന്ന ഒരു സാഹചര്യം കൂടെ ലോകമെമ്പാടും. അപ്പൊ അത്രയ്ക്കും പൊട്ടൻഷ്യൽ ഉള്ള ഒരു സിസ്റ്റമാണ് ശരിക്കും പേൾവേർ ഇന്റർനാഷണൽ എന്ന് പറയുന്നത്. ശരിക്കും പ്രധാനമായിട്ടും ഒരു 6 തരത്തിലുള്ള ബിസിനസ് സെഗ്മെന്റുകൾ ഈ സിസ്റ്റം നമുക്ക് മുമ്പാകെ അവതരിപ്പിക്കുകയാണ്. അതിൽ ഒന്നാമത്തെ ബിസിനസ് സെഗ്മെന്റ്, പേൾവേർ അവതരിപ്പിച്ച ഒന്നാമത്തെ ബിസിനസ് സെഗ്മെന്റ്, അത് ഡിജിറ്റൽ ബാങ്കിങ് ആണ്. അതല്ലെങ്കിൽ DP പ്രോഗ്രാം എന്ന് പറയാം. എന്താണ് DP എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ലോകത്തിലെ ആദ്യത്തെ ഡിജിറ്റൽ കറൻസിയാണ് DP. ഇപ്പൊ നമുക്കറിയാം, നമ്മളെല്ലാവരും ഇനി ഡിജിറ്റൽ കറൻസിയിലേക്ക് മാറുകയാണ്. ഇനിയിപ്പോ മുന്നോട്ട് വരുന്ന സമയത്ത് നമുക്ക് നമ്മുടെ ഫിസിക്കൽ കറൻസി ഉണ്ടാവുകയില്ല, നമ്മളിന്ന് യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന നോട്ട് ഉണ്ടാവുകയില്ല. അതിന് പകരം നമുക്കിനി റുപ്പി എന്ന് പറയുന്ന ഇലക്ട്രോണിക് രൂപയാണ് നമുക്കിനി ഉപയോഗിക്കേണ്ടതായിട്ട് വരുന്നത്. എന്നാൽ എന്ന് പറയുന്നത് ലോകത്തിലെ ആദ്യത്തെ ഡിജിറ്റൽ കറൻസിയാണ്. അതൊരിക്കലും ഡോളറിന്റെ മൂല്യമാണ് DP ഉണ്ടായിരുന്നത്. അപ്പൊ ഡോളറിന് തുല്യ മൂല്യമുള്ള KYC സ്വീകരിക്കുന്ന ലോകത്തിലെ ആദ്യത്തെ ഡിജിറ്റൽ കറൻസിയാണ് DP. ആ DP പ്രോഗ്രാം കൊണ്ടുവന്നത് പേൾവേർ ഇന്റർനാഷണൽ. രണ്ടാമത്തെ ബിസിനസ് സെഗ്മെന്റ് എന്ന് പറയുന്നത് PVC മെറ്റ, പേൾവിൻ കമ്മ്യൂണിറ്റി മെറ്റ. അത് ശരിക്കും പറഞ്ഞാൽ ദ വൺ ആൻഡ് ഓൺലി മൾട്ടി പർപ്പസ് NFT ടോക്കൺ എന്ന വേർഡാണ്. ആ ടോക്കണുമായി ബന്ധപ്പെട്ട് ടോക്കൺ ഫാമിംഗ് വളരെ വിശദമായിട്ട് നമുക്ക് ചർച്ച ചെയ്യേണ്ടതുണ്ട്. നമ്മൾ നിലവിൽ സ്റ്റിൽ റണ്ണിംഗ് നിൽക്കുന്ന ഒരു പ്രോഗ്രാമാണ് PVC മെറ്റയുടെ പ്രോഗ്രാം. ബാക്കിയുള്ള സെഗ്മെന്റുകൾ പരിചയപ്പെട്ടതിന് ശേഷം നമുക്ക് വരാൻ വേണ്ടി കഴിയും. ഇപ്പോൾ നിലവിൽ 2 ബിസിനസ് സെഗ്മെന്റുകൾ ഓപ്പൺ ചെയ്തിട്ടുണ്ട്. ഡിജിറ്റൽ ബാങ്കിങ് ഓപ്പൺ ചെയ്ത പ്രോഗ്രാം ഓപ്പൺ ചെയ്തു. ഈ പറയപ്പെടുന്ന 4 പ്രോഗ്രാമുകൾ, അതിന്റെ അപ്ഡേഷൻസ് ആണ് ഇപ്പം സിസ്റ്റം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അതിനടുത്ത പ്രോഗ്രാം എന്ന് പറയുന്നത് സോഷ്യൽ മീഡിയ ആണ്. വാട്സപ്പും ഫേസ്ബുക്കും യൂട്യൂബും ഒക്കെ പോലെയുള്ള ഒരു ചാനൽ, ഒരു സോഷ്യൽ മീഡിയ ചാനൽ പേൾവിന്റെ ഭാഗത്ത് പുറത്തു വരാൻ വേണ്ടിയിരിക്കുന്നു. അടുത്തതായിട്ട് മൊബൈൽ നെറ്റ്വർക്കാണ്. അതായത് 1 വേൾഡ് 1 സിം എന്നാണ് പറയാ. ഒരു സിം യൂസ് ചെയ്തുകൊണ്ട് ലോകം മൊത്തം നമുക്ക് ഉപയോഗിക്കാൻ കഴിയുന്ന ഒരു മൊബൈൽ നെറ്റ്വർക്ക് ഈ സിസ്റ്റത്തിന്റെ ഭാഗമായി പുറത്തു വരാൻ വേണ്ടിയുണ്ട്. അതോടൊപ്പം തന്നെ ഓൺ ഗെയിമിംഗ് പ്ലാറ്റ്ഫോം, സ്വന്തമായിട്ടുള്ള ഗെയിമിംഗ് പ്ലാറ്റ്ഫോം പുറത്തു വരാൻ വേണ്ടിയുണ്ട്. അതോടൊപ്പം തന്നെ ലാസ്റ്റ് വൺ ബങ്കി എന്നറിയപ്പെടുന്ന കൊമേഴ്സ് പ്ലാറ്റ്ഫോം. ഇപ്പൊ bungee.com നമ്മൾ കയറി കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാകാൻ വേണ്ടി കഴിയും, ഏതാണ്ട് 5000-ൽ കൂടുതൽ പ്രോഡക്റ്റുകൾ ഇപ്പോൾ ഓൾറെഡി തന്നെ അതിൽ ലോഞ്ച് ചെയ്തിട്ടുണ്ട്. എന്നാൽ അതിന്റെ ഒഫീഷ്യൽ ലോഞ്ചിങ്ങിലേക്ക് പോകാൻ വേണ്ടി ഇരിക്കുന്നേ ഉള്ളൂ. തായ്ലൻഡ് പോലെയുള്ള രാജ്യങ്ങളിൽ ഇപ്പൊ അതിന്റെ ട്രയൽ റണ്ണ് സിസ്റ്റം ആരംഭിച്ചു കഴിഞ്ഞു. ഇന്ത്യയിൽ അതിന്റെ പേപ്പർ വർക്കുകൾ സിസ്റ്റം നീക്കിക്കൊണ്ടിരിക്കുന്ന സാഹചര്യം. അപ്പൊ ഇത്തരത്തിലുള്ള ഒരു $6 ട്രില്യൺ ഇൻഡസ്ട്രികളാണ് ഈ സിസ്റ്റം നമ്മുടെ മുമ്പാകെ അവതരിപ്പിക്കുന്നത്. ഇത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ 2 ബിസിനസ് സെഗ്മെന്റുകൾ ഓൾറെഡി സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞു. ഡിജിറ്റൽ ബാങ്കിങ്ങും അതോടൊപ്പം തന്നെ DP പ്രോഗ്രാം. ഈ 2 കാര്യങ്ങൾ ഇപ്പോൾ ഓൾറെഡി സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞു.
ശരിക്കും നമ്മളൊരു പ്രസ്ഥാനത്തെ കുറിച്ച് മനസ്സിലാക്കുമ്പോൾ ഈ പ്രസ്ഥാനത്തിന്റെ പിന്നിൽ ആരാണ്, അല്ലെങ്കിൽ ഈ സിസ്റ്റത്തിന്റെ പിന്നിൽ ആരാണോ, അവര് വെറുതെ ഇങ്ങനെ തട്ടിക്കൂട്ടി ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഒരു കാര്യമാണോ, അതോ ഇതിന് തലമുറകളായി നിലനിൽപ്പുള്ള ഒരു കാര്യമാണോ, ഫിനാൻഷ്യലി സൗണ്ടഡ് ആയിട്ടുള്ള ഒരു മാനേജ്മെന്റ് ഈ സിസ്റ്റത്തിന്റെ പിന്നിലുണ്ടോ, ഇതൊക്കെ നമുക്ക് ആദ്യം കേൾക്കുന്ന ആളുകളെ സംബന്ധിച്ചുണ്ടാകുന്ന ചെയ്യുന്നതാണ്. നമ്മൾ അങ്ങനെ നോക്കുകയാണെങ്കിൽ നമ്മൾ ശരിക്കും ഭാഗ്യവാന്മാരാണ്. കാരണം ലോകത്തിലെ ഏറ്റവും റിച്ചസ്റ്റ് ഫാമിലി അവരാണ് ശരിക്കും പേൾവൈൻ ഇന്റർനാഷണലിനെ നയിക്കുന്നത്. ആ ഫാമിലിയുടെ പേര് റോസ്ചൈൽഡ് ഫാമിലി എന്നാണ്. ആ ഫാമിലിയെ കുറിച്ച് പറയുവാണെങ്കിൽ ഏതാണ്ട് 300 വർഷത്തിലേറെ ബിസിനസ് പാരമ്പര്യമുള്ള ലോക സമ്പദ് വ്യവസ്ഥയെ നിയന്ത്രിക്കുന്ന കുടുംബം എന്നാണ് ശരിക്കും ഇവരെ കുറിച്ച് പറയുന്നത് തന്നെ. അവർ ഈ ലോകത്തിന് നൽകിയ കോൺട്രിബ്യൂഷൻസ് ഒരുപാടുണ്ട്. ഇപ്പൊ ഡോളർ എന്ന കറൻസി അത് ഇൻട്രൊഡ്യൂസ് ചെയ്ത് ശരിക്കും അവരാണ്. ഇന്നും ലോകത്തുള്ള ഡോളറിന്റെ 80% ഇവർ അവരുടെ ആസ്തിയായിട്ട് സൂക്ഷിച്ചു വരുന്ന ഒരു സാഹചര്യമാണ് ഇന്ന് നിലവിലുള്ളത്. ദെൻ അതിനോടൊപ്പം തന്നെ പനാമ കനാലിന്റെ നിർമ്മാണം, അത് കൂടാണ്ട് ഇപ്പൊ ഈ പുതിയ ട്രെൻഡിങ് ആയിട്ട് മാറിയിരിക്കുന്ന ക്രിപ്റ്റോ കറൻസി, ഇതിന്റെ ഒക്കെ പിന്നിൽ അതോടൊപ്പം തന്നെ ബാങ്കിങ് മേഖല, ലോകത്താദ്യമായിട്ട് ബാങ്കിങ് സെക്ഷൻ ആരംഭിക്കുന്നില്ല, ആ സെക്ഷൻ ആരംഭിക്കുന്നത് ഇവരുടെ ഭാഗത്തു നിന്നാണ്. സ്വിസ് ബാങ്ക് ഇന്നും ഇവരുടെ അണ്ടർ കൺട്രോളിലാണ് പ്രവർത്തിക്കുന്നത്. ഇന്ന് ഏറ്റവും കൂടുതൽ ചലഞ്ചിങ് ആയിട്ട് മാറിക്കൊണ്ടിരിക്കുന്ന ക്രിപ്റ്റോ ഇൻഡസ്ട്രി, അതില് ബിറ്റ് കോയിൻ ആയിക്കോട്ടെ, അല്ലെങ്കിൽ എതേറിയം ആയിക്കോട്ടെ, അല്ലെങ്കിൽ USDT ആയിക്കോട്ടെ, ഇതൊക്കെ കൊണ്ടുവന്നതും ഇതിന്റെയൊക്കെ വേണ്ടുന്ന ബ്ലോക്ക് ചെയിൻ നിർമ്മിച്ചതും അതിന് വേണ്ടുന്ന കമ്മ്യൂണിറ്റിയെ ബിൽഡ് ചെയ്തതും ഒക്കെ ഈ പറയപ്പെടുന്ന ഈ ഒരു കുടുംബമാണ്. കാരണം അവർക്ക് അതിന് തക്കതാകുന്ന പൊട്ടൻഷ്യൽ ഉണ്ട്. അവരുടെ ആസ്തി നമുക്ക് കൗണ്ട് ചെയ്യാന്ന് പറയുന്ന അത്ര എളുപ്പമാകുന്ന ഒരു കാര്യമല്ല. അപ്പൊ ശരിക്കും എന്താ പറയുക, ഈ ഒരു പ്രോഗ്രാം, ഈ 6 ബിസിനസ് സെഗ്മെന്റുകൾ തുടങ്ങുന്ന ഈ ഒരു സമയത്ത് സിസ്റ്റം അനൗൺസ് ചെയ്തിരുന്നു. എന്താണെന്ന് ചോദിച്ചാൽ ഏതാണ്ട് 7.5 ലക്ഷം കോടി DP, അതായത് നമ്മൾ DP യെ കുറിച്ച് പറഞ്ഞു, അതിന് ഡോളറിന്റെ മൂല്യമാണ്. അതോടൊപ്പം തന്നെ അത് KYC സ്വീകരിക്കുന്ന ലോകത്തിലെ ആദ്യത്തെ ഡിജിറ്റൽ കറൻസിയുമാണ് DP. ആ DP കൊണ്ടുവന്ന ആ ഒരു സമയത്ത് നമ്മൾ ധാരാളം കാര്യങ്ങൾക്ക് DP യെ പ്രയോജനപ്പെടുത്തിയിരുന്നു. കാരണം റിസർവ് ബാങ്കിന്റെ സെബിയുടെയും പെർമിഷൻ കിട്ടിയതാണ് ശരിക്കും DPക്ക് ഇവിടെ. അതുകൊണ്ട് നമുക്ക് DP ബാങ്കിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ട്. DP കൊടുത്തിട്ട് നമുക്ക് LICയുടെ പ്രീമിയം അടയ്ക്കുന്നതിന് വേണ്ടി സാധിച്ചിട്ടുണ്ട്. കറണ്ട് ബില്ല് പേ ചെയ്യുന്നതിന് സാധിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ വാലറ്റ് ട്രാൻസ്ഫർ, അങ്ങനെ മൊബൈൽ റീചാർജ്, അങ്ങനെ നിരവധി യൂട്ടിലിറ്റീസിന് നമുക്ക് DP യൂസ് ചെയ്യാൻ വേണ്ടി ആ ഒരു സാഹചര്യത്തിൽ നമുക്ക് സാധിച്ചിട്ടുണ്ട്. ഈ DP പ്രോഗ്രാമിലൂടെയാണ് ശരിക്കും ഇന്ന് ഈ സിസ്റ്റം ഏതാണ്ട് ഇന്ത്യ ഉൾപ്പെടെ 156ഓളം രാജ്യങ്ങളിലേക്ക് ബിസിനസ് എക്സ്പാൻഡ് ചെയ്യുകയും 85 ലക്ഷത്തോളം വരുന്ന ഒരു വലിയ കമ്മ്യൂണിറ്റി ലോകത്തെ മൊത്തം ഈ DP പ്രോഗ്രാമിന്റെ ഭാഗമാക്കി മാറ്റുകയും അങ്ങനെ ഒരു വലിയ കമ്മ്യൂണിറ്റിയെ ബിൽഡ് ചെയ്തെടുത്ത ഒരു സിസ്റ്റം കൂടിയാണ് ശരിക്കും പേൾവൈൻ ഇന്റർനാഷണൽ. അപ്പൊ അത്തരത്തിലുള്ള ആ DP ഏതാണ്ട് 7.5 ലക്ഷം കോടി DP അത് റിസർവ് ഫണ്ടായിട്ട് സൂക്ഷിച്ചുകൊണ്ടാണ്, അതും ഓൺ സെർവർ എന്ന് പറയുമ്പോൾ അത്ര നിസ്സാരപ്പെട്ട കാര്യമല്ല. നമ്മുടെ രാജ്യത്ത് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യക്ക് പോലും ഓൺ സെർവർ ഇല്ല എന്നൊരു യാഥാർത്ഥ്യമാണ്. ഇപ്പൊ തന്നെ യൂറോപ്പിൽ പുറത്തിറക്കുന്നത് അമേരിക്കയുടെ ഗോഡാഡേഡ് സെർവറിലാണ് ഇപ്പൊ പുറത്തു വരാൻ വേണ്ടി പോകുന്നത്. അപ്പം ഇവരെ സംബന്ധിച്ച് ഇവരുടെ സ്വന്തം സെർവറിലാണ് ശരിക്കും പ്രവർത്തിക്കുന്നത്. അതൊക്കെ ഇവരുടെ ഏറ്റവും വലിയ ക്രെഡിബിലിറ്റി ആയിട്ട് നമുക്ക് കാണാവുന്നതാണ്. അപ്പൊ ശരിക്കും ഏതാണ്ട് ഒരു 7.5 ലക്ഷം കോടിയുടെ DP എന്താണ് റിസർവ് ഫണ്ടായിട്ട് വെച്ചുകൊണ്ട്, അല്ലെങ്കിൽ 1.5 ലക്ഷം കോടി ഡോളർ എന്ന് വേണം നമുക്ക് പറയാം, അത്രയും ഒരു റിസർവ് ഫണ്ടായിട്ട് വെച്ചുകൊണ്ട് സ്വന്തം സെർവറിലാണ് ഈ ഒരു സിസ്റ്റം എന്ത് ചെയ്തേക്കുന്നത്, ഇവരുടെ ബിസിനസ്സുകളൊക്കെ സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. അങ്ങനെ 6 ബിസിനസ് സെഗ്മെന്റുകൾ അവർ കൊണ്ടുവന്നിരിക്കുന്നു. അതിൽ 2 ബിസിനസ് സെഗ്മെന്റിൽ ഇപ്പോൾ ഓൾറെഡി എന്തായി, ഇപ്പം സ്റ്റാർട്ട് ചെയ്തിരിക്കുന്ന ഒരവസ്ഥ. അപ്പൊ അതിൽ ഡിജിറ്റൽ ബാങ്കിങ് ആണ് ആദ്യം കൊണ്ടുവന്നെന്ന് ഞാൻ പറഞ്ഞു. DP പ്രോഗ്രാം അത് പല യൂട്ടിലിറ്റീസിന്റെ കാര്യങ്ങൾക്ക് വേണ്ടി ഇവിടെ ഉപയോഗിക്കപ്പെട്ടു. അതിലൂടെ നടന്ന ട്രാൻസാക്ഷൻസ് അവിടെ